മകളുടെ മൂവി കാണാറുണ്ടോ? അഭിനയിച്ചിട്ടില്ല. കാണാറുണ്ട്. ബിരിയാണി എന്ന മൂവി ഏത്? ഞാൻ എത്രയോ സ്ത്രീകളുടെ നഗ്നത കണ്ടിട്ടുണ്ട്. തലപൊട്ടിപ്പോവും. സമൂഹം മകളുടെ നഗ്നത കാണുമ്പോൾ താങ്കൾക്ക് അത് എനിക്കൊന്നും തോന്നത്തില്ല. അവള് കാണിച്ചതല്ലേ, അവളെ ബലാത്സംഗം ചെയ്തതല്ലേ. നിങ്ങൾ ആരും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടരുത്, നിരോധിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞില്ലേ? പറ്റുമോ അങ്ങനെ? കാരണം ലൈംഗിക ബന്ധത്തിനകത്തൂടെയാണ് എയ്ഡ്സ് വന്നിരുന്നത്. ഞങ്ങൾ പഠിപ്പിച്ചതാണത്. കോണ്ടം വിതരണം ചെയ്യുന്നവരത്തിനായിരുന്നു ഞാൻ. ഇപ്പം നിങ്ങൾ ഈ പറഞ്ഞതിനകത്ത് രണ്ട് പോസ്റ്ററുണ്ട്. ഒന്ന്, ഞാൻ ലഹരി എല്ലാവരും ഉപയോഗിക്കണമെന്ന് പറഞ്ഞു ചെയ്തതാണ്. മുഴുവൻ വ്യാപകമായ മദ്യം ആൾക്കാർ ഉപയോഗിക്കും, രഹസ്യമായി ഉണ്ടാക്കും. ഞാനിതെല്ലാം എഴുതി പഠിപ്പിച്ച് ഏക്കാനാണെന്ന് പറഞ്ഞ ആ കോന്തന് ഞാൻ കൊടുത്തിട്ടുണ്ട്. അവനൊക്കെ മയക്കുമരുന്ന് കഴിച്ച് ചാകട്ടെ. സാർ ഇതെല്ലാം ഉപയോഗിച്ചിട്ടുണ്ടോ? ഞാനിതൊന്നും ഉപയോഗിച്ചിട്ടില്ല. ഞാൻ 19ാമത്തെ വയസ്സിൽ മൂന്ന് തവണ കഞ്ചാവ് വലിച്ചു. അങ്ങനെയുള്ളൊരു സംഭവം സമൂഹത്തിൽ വ്യാപകമായി കിട്ടട്ടെ, ഇതിലേക്ക് സമൂഹം നശിക്കട്ടെ എന്ന് ചിന്തിക്കുന്നതും തെറ്റല്ലേ? മര്യാദയില്ലാതെ നിങ്ങൾ വീണ്ടും പറയരുതെന്ന് ഞാൻ പറഞ്ഞു. ഇത് ആരാണ് പറഞ്ഞത്? നിങ്ങളാണ് ഈ പറയുന്നത്. ഞാൻ പറഞ്ഞിട്ടില്ല ഉപയോഗിക്കാൻ പാടില്ല എന്ന്. ആര് പറഞ്ഞു? ഞാൻ പറഞ്ഞിട്ടില്ല. ഇവിടെ മദ്യം വിറ്റോണ്ടിരിക്കുന്നതല്ലേ. ഒരു MDMA യൂസ് ചെയ്ത ഒരു വ്യക്തിയും ഒരു സിഗരറ്റ് വലിക്കുന്ന വ്യക്തിയും തമ്മിൽ ഒരുപാട് വ്യത്യാസം. നിങ്ങൾക്ക് MDMA നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടോ? നിങ്ങളിവിടെ മദ്യം കഴിച്ചിട്ട് റോഡ് മുഴുവൻ ആൾക്കാർ കിടക്കുന്നില്ലേ? എന്താ നിങ്ങൾ എന്നെ വേണമെങ്കിൽ സംസാരിക്കാത്തപ്പോൾ? കഞ്ചാവ് വലിച്ചവർ ഇതുവരെ ആരെയും ഉപദ്രവിച്ചിട്ടില്ല. മദ്യവും മയക്കുമരുന്നെന്ന് പറഞ്ഞ ഒരു ഡിവിഷൻ ലോകത്തില്ല. അതാണ് നിങ്ങളെ പോലുള്ള ബുദ്ധിശൂന്യരായ മനുഷ്യർ ആദ്യം പറയുന്നത്. മദ്യം കിട്ടിയില്ല അല്ലെങ്കിൽ സിഗരറ്റ് കിട്ടിയില്ല എന്ന് വെച്ചിട്ട് ആ ആൾ ആരും ഉപദ്രവിക്കാൻ തന്നിട്ടില്ലല്ലോ. മുഴുവൻ വരെ സകല പെണ്ണുങ്ങളെ ഇടിക്കും, എല്ലാ അമ്മമാരെയും തല്ലും, വീട് മുഴുവൻ തകർക്കും. സൗഹൃദപരമായി പെരുമാറാൻ പഠിക്കുക എന്നുള്ളതാണ് വേണ്ടത്. അതിന് പകരം ആയുധം ഉണ്ടാക്കുന്ന കഴുതകളിരിക്കുന്ന രാജ്യമായതുകൊണ്ടാണ് ഈ മയക്കുമരുന്ന് കഴിച്ച ആൾക്കാർ കിടക്കേണ്ടി വരുന്നത്. ഓക്കെ, സാറിന് ഞാൻ കൂടുതൽ അറിഞ്ഞിട്ടുണ്ടായിരുന്നത് ഈ ലഹരിക്ക്, അതായത് ലഹരി ഒന്നും നമ്മുടെ സമൂഹത്തിൽ നിരോധിക്കേണ്ടതല്ല, അതെല്ലാം നമുക്ക് കൂടുതൽ അവൈലബിൾ ആയാലാണ് ഏറ്റവും നന്നായിരിക്കുക എന്നുള്ള രീതിയിലൊക്കെ സാറിനെ കേട്ടിട്ടുണ്ടായിരുന്നു. ഒരു പക്ഷേ ഞാനൊരു കാര്യം ചോദിക്കാം. ഇപ്പോൾ പല സ്ഥലങ്ങളിലും ലഹരി ലഭിക്കുന്നതിന് യാതൊരു പ്രശ്നവുമില്ല, അതായത് പബ്ലിക്കായിട്ടും യൂസ് ചെയ്യാം, അതിനുള്ള നിയമങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അങ്ങനെ ഉപയോഗിക്കുന്ന ഒരു സമൂഹത്തിൽ അവിടുത്തെ ആ ഒരു തലമുറ അല്ലെങ്കിൽ അവിടെയുള്ള ആളുകളെല്ലാം നശിച്ചുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. പക്ഷെ നമ്മുടെ കേരളത്തിൽ അതില്ലാത്തത് കൊണ്ടല്ലേ നമ്മുടെ തലമുറ ഇപ്പോഴും നല്ല രീതിയിൽ പോകുന്നത്? ഒരു പക്ഷേ ലഹരി അതിന് ആ ഒരു കൺട്രോൾ ഉള്ളത് കൊണ്ടല്ലേ ഇപ്പോഴും നല്ല രീതിയിൽ പോകാൻ പറ്റുന്നത്? ഇപ്പം നിങ്ങൾ പറഞ്ഞതിനകത്ത് രണ്ട് പോസ്റ്ററുണ്ട്. ഒന്ന്, ഞാൻ ലഹരി എല്ലാവരും ഉപയോഗിക്കണമെന്ന് പറഞ്ഞു. എല്ലാവരും ഉപയോഗിക്കണമെന്ന് പറഞ്ഞു എന്നല്ല, ലഹരി അതായത് നമ്മുടെ സമൂഹത്തിൽ അത് നിരോധിക്കേണ്ട ആവശ്യമില്ല എന്ന്. അപ്പം നിരോധിക്കണമെന്ന് പറയുന്ന സാധനം ഇവിടെ ഉപയോഗിച്ചുകൊണ്ടിരുന്നല്ലേ, അല്ലെങ്കിൽ നിരോധിക്കേണ്ട ആവശ്യമില്ലല്ലോ. നിരോധിക്കണമെങ്കിൽ അതിലൊരു കാരണം ഉണ്ടായിരിക്കും. അപ്പോൾ അതായത് നിരോധിക്കേണ്ടി വരുന്നത് ഉപയോഗിക്കുന്നുണ്ടല്ലേ എന്ന് എൻ്റെ ചോദ്യം. അതെ, അത്രേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ആളുകൾ ഉപയോഗിക്കുന്നവരുണ്ട്, അത്രയും നമ്മൾ അറിയേണ്ടത്. അപ്പോൾ ഒരു കാര്യം നിരോധിക്കുമ്പം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നവർ നിർബന്ധമായിട്ട് അത് ഉപയോഗിക്കും. കാര്യമുണ്ട്, അതിന് അഡിക്ഷനുണ്ട്. അഡിക്ഷനുള്ള സാധനങ്ങൾ നമ്മൾ നിരോധിക്കുമ്പോൾ ആദ്യം ഉണ്ടാകുന്നത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നവർ എങ്ങനെങ്കിലും സംഘടിപ്പിക്കാൻ നോക്കും. ആ സംഘടിക്കാൻ നോക്കുന്ന സമയത്ത് ഈ സാധനങ്ങൾക്കെല്ലാം രഹസ്യമായ ലോകം ഉണ്ടാവുകയും വലിയ വിലയ്ക്ക് കൊടുക്കുന്നതായിട്ട് മാറും. അപ്പോൾ വാങ്ങാൻ കഴിയാതെ വരുന്ന ആൾക്കാർ മുഴുവനും എങ്ങനെങ്കിലും അത് മേടിച്ച് വിറ്റ് വീണ്ടും കാശുണ്ടാക്കാൻ നോക്കും. സംഘടിതമായ ക്രിമിനലുകളെ ഉണ്ടാക്കി സംഘടിതമായ ലോകമാക്കി മാറ്റാൻ പറ്റും. നിങ്ങളിവിടെ ഹാൻഡ്സ് നിരോധിച്ചിട്ട്, ഹാൻഡ് എന്ന് പറഞ്ഞാൽ വായിലിട്ട് ചവയ്ക്കുന്നത് എന്താണ്, ചമ്പക്കം അങ്ങനെ പറയുന്ന സാധനമില്ലേ, അതിന് 100 രൂപ കൊടുത്ത ആൾക്കാർ മേടിക്കും. 1 രൂപയ്ക്ക് വിട്ടുകൊണ്ടിരുന്നത്. അപ്പം അതിൻ്റെ യഥാർത്ഥ വില കണ്ട് 5 രൂപ കണ്ട. വ്യാപകമായ ആൾക്കാർ ഇവിടെ ചവയ്ക്കുന്നുണ്ട്, രഹസ്യമായി വിൽക്കുക ചെയ്യുന്നത്.
ഇത് ഉണ്ടാക്കിയെടുക്കരുതെന്ന് 20 വർഷം മുമ്പ് ഞാൻ ഈ ഇന്നത്തെ കേരളത്തിൽ നിങ്ങൾ ഉപയോഗിക്കുന്നു. ഇവിടുത്തെ യുവജനങ്ങളെല്ലാം മെച്ചപ്പെട്ട് നിൽക്കുകയാണെന്ന് നിങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ചിരിക്കുകയേ ഉള്ളൂ. യുവജനങ്ങൾ മെച്ചപ്പെട്ടു എന്നല്ല പറയുന്നത്, ഉപയോഗിക്കുന്ന ഒരാളൊക്കെ ഞാൻ പറഞ്ഞു ഉപയോഗിക്കുന്ന ആളുകൾ ഉപയോഗിക്കാതിരിക്കാൻ വേണ്ടിയല്ലേ നമ്മൾ യുവജനങ്ങൾക്ക് ശ്രമിക്കേണ്ടത്? കൊടുക്കും. നിങ്ങൾ നിരോധിക്കുന്നതുകൊണ്ടാ കൊടുക്കുന്നേ. കാരണം യുവജനങ്ങൾക്ക് തിരിച്ചറിവില്ലാതെ എന്തെങ്കിലും ചെയ്യാനായിട്ട് അവരെ എന്താണോ ചെയ്യരുതെന്ന് പറഞ്ഞ് ചെയ്യും എന്ന് പറയുന്ന സമയമാണ് യുവജനമായിരിക്കുന്നത്. പരീക്ഷയ്ക്ക് തോറ്റ് വീട്ടുകാരായിട്ട് വഴക്കുണ്ടാക്കുക. അവർ സ്വയം നഷ്ടപ്പെടുമെന്ന് അവർക്ക് അറിയുമ്പോൾ പോലും പഠിക്കാതിരിക്കും. അത് ഞാൻ വീട്ടുകാരെല്ലാവരോടും പഠിക്കാൻ പറയുന്നതുകൊണ്ടാണ്. നിർബന്ധിക്കുന്ന സാധനത്തിന് എതിർക്കുന്ന പ്രായമാണ്. ഈ പ്രായത്തിനകത്ത് അവർക്ക് കൊടുക്കുന്നവരെ സൃഷ്ടിക്കുന്ന പണിയാണ് നിങ്ങൾ ചെയ്യുന്നത്. നിങ്ങളെന്ന് പറഞ്ഞ വ്യക്തിയല്ല. ഈ നിരോധനം എന്ന് പറയുന്നത് ലോകവ്യാപകമായി മനുഷ്യർ ചെയ്തു നോക്കിയിട്ടുള്ള ചെയ്തിടം മുഴുവനും കുറ്റവാളികളെ സൃഷ്ടിക്കുക എന്ന് പറയുന്നതാണ് നടന്നിട്ടുള്ളത്. ചരിത്രമുണ്ട്, വെറുതെ പഠിച്ചാൽ മതി. ഞാനിതെല്ലാം എഴുതി പഠിപ്പിച്ച് AK ആന്റണി എന്ന് പറഞ്ഞാൽ ആ കോന്തന് ഞാൻ കൊടുത്തിട്ടുള്ളത് ഇത് ചെയ്ത സമയത്ത്. മദ്യനിരോധനം വന്ന സമയത്ത് എന്നാൽ ഞാൻ 4 വോട്ട് കിട്ടുമെന്ന് വിചാരിച്ചിട്ട് ചെയ്തതാണിത്. മുഴുവൻ വ്യാപകമായി മദ്യം ആൾക്കാർ ഉപയോഗിക്കും, രഹസ്യമായി ഉണ്ടാക്കും. ഈ നിങ്ങളെന്ന് നിരോധിച്ച എല്ലാ സാധനവും സുലഭമായി വിപണിയിൽ കിട്ടും. അതാണ് വരുന്നത്. ഇത് സംഭവിക്കാതിരിക്കാനാണ് പറയുന്നത്. സാർ ഇതെല്ലാം ഉപയോഗിച്ചിട്ടുണ്ടോ? ഞാനിതൊന്നും ഉപയോഗിച്ചിട്ടില്ല. ഞാൻ 19ാമത്തെ വയസ്സിൽ മൂന്ന് തവണ കഞ്ചാവ് വലിച്ചു നോക്കിയിട്ടുണ്ട്. അത് നമ്മളെല്ലാവരും എനിക്ക് തോന്നുന്നു എൻ്റെ യൗവനമുള്ള കാലത്ത് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന മുഴുവൻ പേരും മരിച്ചിട്ടുള്ളവർ. അവരാരും കഞ്ചാവ് വലിക്കുന്നവരായിട്ട് മാറിയിട്ടില്ല. എന്ത് പറ്റിയത് നിർത്തിയത്? 3 തവണ വലിച്ചു എന്ന് പറഞ്ഞിട്ട് നമ്മൾ നിർത്തുന്നത് എന്താ? നമ്മളൊരു സാധനം ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് കൊള്ളാവുന്നതാണ് അല്ലയോ നോക്കും, ഇല്ലെങ്കിൽ കളയും. അപ്പൊ സാറ് അങ്ങനെയെങ്കിൽ അത് കൊള്ളില്ല എന്നുള്ളൊരു ആ വിവരമാണ് ഈ ഇതിനെപ്പറ്റി പഠിപ്പിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടത്. ഒരു പക്ഷെ അങ്ങനെയെങ്കിൽ സാറിന് പറഞ്ഞൂടെ, അതായത് അത് ഉപയോഗിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ഇത് ശരിക്കും ഉപയോഗിക്കേണ്ടതല്ല എന്നുള്ള സാറിന് പറഞ്ഞു. അത് ഞാൻ റേഷൻ കട ഇത് ഞാൻ പറഞ്ഞത് നിങ്ങൾ 2 അസംഷൻസ് തുടങ്ങിയെന്ന് ഞാൻ പറഞ്ഞതാണ്. ഞാൻ എല്ലാവർക്കും രാവിലെ ഗവൺമെൻറ്റിൽ നിന്ന് റേഷൻ കടയിൽ കൂടെ ഇത് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടോ? എന്തുവാ ഈ പറയുന്നത് നിങ്ങൾ? അതിന് മര്യാദ വേണം. ആദ്യം മനസ്സിലാക്കേണ്ടത് ഒരു ദിവസം നിയമം കൊണ്ട്, അതുകൊണ്ട് ഞാൻ ചോദിച്ചു ഉപയോഗിക്കുന്നതല്ലയോ നിരോധിച്ചതെന്ന് ഞാൻ ചോദിച്ചത്. അപ്പോൾ ഉപയോഗം ഇവിടെ ഉണ്ടായിരുന്നത് ഞാൻ പറഞ്ഞിട്ടായിരുന്നോ? അതുകൊണ്ട് അത് അങ്ങനെ പോസ് ചെയ്യുമ്പം മര്യാദയില്ലാത്ത പോസിങ്ങാണ്. അത് ചെയ്യരുത്. പറയുന്നത് ഈ വിഷയത്തിൽ സമീപിക്കുന്ന ഒരു ഗവൺമെൻറ് എങ്ങനെ സമീപിക്കണമെന്ന് പറയുന്ന സാധനമാണ്. അല്ലാതെ രാവിലെ എണ്ണീറ്റിട്ട് എല്ലാവരും കൂടെ പല്ല് തേക്കണമെന്ന് പഠിപ്പിക്കുന്ന പറയുന്ന കാര്യമാണോ? അല്ലെങ്കിൽ റേഷൻ കടയിൽ കൂടെ എന്താണ് ചോറും അരിയും ഗോതമ്പും കൊടുക്കണം എന്ന് പറയുന്ന പോലാണോ? ഇത് ഉപയോഗിക്കാൻ പാടില്ലാത്ത കാര്യമാണ്. ഇത് ഉപയോഗിക്കാൻ പാടില്ലാത്തെന്ന് പറയാൻ ആരാണ്? സാറ് പറഞ്ഞു സാർ ഉപയോഗിക്കുന്നത്. ഞാനത് എനിക്ക് വേണം, എൻ്റെ ചോയ്സ് അത്. അങ്ങനെയെങ്കിൽ അതായത് അത് ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ള സാറിന് തോന്നി എന്ന് പറഞ്ഞില്ലേ? അങ്ങനെയുള്ള ഒരു സംഭവം സമൂഹത്തിൽ വ്യാപകമായി കിട്ടട്ടെ, ഇതിലേക്ക് സമൂഹം നശിക്കട്ടെ എന്ന് ചിന്തിക്കുന്നതും തെറ്റല്ലേ? മര്യാദയില്ലാതെ നിങ്ങൾ വീണ്ടും പറയരുതെന്ന് ഞാൻ പറഞ്ഞത്. ഇത് ആരാണ് പറഞ്ഞത്? നിങ്ങളാണ് ഈ പറയുന്നത്. ഞാൻ പറഞ്ഞിട്ടില്ല ഉപയോഗിക്കാൻ പാടില്ല എന്ന്. ആര് പറഞ്ഞു? താങ്കൾ പറഞ്ഞു. ഞാൻ പറഞ്ഞിട്ടില്ല. ഇവിടെ മദ്യം വിറ്റോണ്ടിരിക്കുന്നതല്ലേ, ഉപയോഗിക്കേണ്ടതല്ലേ? അപ്പം അത് ഗവൺമെന്റ് വിൽക്കുന്നതല്ലേ? എന്താ നിങ്ങൾ അതിനെ വേണമെങ്കിൽ സംസാരിക്കാത്തപ്പോൾ? മദ്യത്തെ പോലെയാണോ? പിന്നെന്തുവാ വ്യത്യാസം? മയക്കുമരുന്നാണ് മദ്യം. മയക്കുമരുന്നാണ് മദ്യം. ഡ്രഗിനകത്ത് 5ാമത്തെയോ 4ാമത്തെ, ഇപ്പം പുതിയ ഡ്രഗ് കണ്ടുപിടിച്ചപ്പോൾ 4ാമത്തെ, ഞാൻ പഠിച്ചിരുന്ന സമയത്ത് 4ാമത്തെ സ്ഥാനമാണ് മദ്യം. 10ാമത്തെ സ്ഥാനമാണ് കഞ്ചാവ്. 1ാമത്തെ സ്ഥാനത്തുണ്ടായിരുന്നത് അന്ന് ഞാൻ പഠിക്കുന്ന സമയത്ത് LSD. അത് കഴിഞ്ഞിട്ട് കൊക്കൈൻ. ഇങ്ങനെയാണ്. അല്ല മദ്യം എന്താണെന്ന് നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത്? നിക്കോട്ടിൻ, സിഗരറ്റ് അഡിക്ഷൻ്റെ സ്ഥലത്ത് 6ാമത്തെ സ്ഥാനത്തുള്ളതാണ്. സിഗരറ്റ് വലിച്ചവനെ പോലെയാണോ ഒരു മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ഒരാൾ പെരുമാറുന്നത്? മയക്കുമരുന്ന് ഉപയോഗിക്കുന്നതിനാണ് സിഗരറ്റ് വലിക്കുന്നത്. സിഗരറ്റ് വലിക്കുമ്പോൾ ഒരു കാര്യം ചോദിക്കട്ടെ, ഒരു MDMA യൂസ് ചെയ്ത ഒരു വ്യക്തിയും ഒരു സിഗരറ്റ് വലിക്കുന്ന വ്യക്തിയും തമ്മിൽ ഒരുപാട് വ്യത്യാസം. നിങ്ങൾക്ക് MDMA നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടോ? ഞാൻ ഉപയോഗിച്ചിട്ടില്ല. അപ്പൊ പിന്നെ അതിന്റെ മേളിൽ ചർച്ച വേണ്ട. അല്ല നിങ്ങൾ ചർച്ച വേണ്ട. നിങ്ങളിവിടെ മദ്യം കഴിച്ചിട്ട് റോഡ് മുഴുവൻ ആൾക്കാർ കിടക്കുന്നില്ലേ? ഇല്ലേ? ഇല്ലേ? എന്നോട് ഇപ്പൊ നിങ്ങൾ കേട്ടു
വ്യക്തികൾ കിടക്കുന്നുണ്ടെന്ന് കേട്ടു. നിങ്ങൾ ഇത് ഗവൺമെന്റ് കൊടുക്കുന്നതാണോ? മയക്കുമരുന്ന് സമൂഹത്തിൽ കൊണ്ടുവന്നാൽ ഇതുപോലെ റോഡുകളിൽ നിങ്ങൾ റോഡിൽ ഈ കിടക്കുന്നതിനെ പറ്റി നിങ്ങൾക്ക് ചർച്ച എന്താ ഇല്ലാത്ത? മദ്യം അങ്ങനെ കുടിച്ച് കിടക്കുന്നു നിങ്ങൾ പറഞ്ഞൊരു ഒരു എനിക്ക് അതുകൊണ്ട് അത് ഗവൺമെന്റ് കൊടുക്കുന്നുണ്ടോ? അതുപോലെ തന്നെ മയക്കുമരുന്നും നമ്മുടെ നിങ്ങൾ മയക്കുമരുന്നാണ് അത് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ അമേരിക്കയിലും പല സ്ഥലങ്ങളും ഇത് ഭയങ്കരമായിട്ട് ഒരുപാട് കിട്ടുന്നത് കൊണ്ട് ഈ റോഡ് സൈഡിൽ ഇപ്പൊ ഇവിടെ കുടിച്ച് കിടക്കുന്ന പോലെ കിടക്കുന്നില്ലേ? അപ്പോഴും ആളുകൾ കേടുവരികയല്ലേ? അതുപോലെ നിങ്ങൾ എന്താ പറയുക, മദ്യം കിട്ടുന്നത് പോലെ മയക്കുമരുന്ന് കിട്ടും. അപ്പൊ ഇങ്ങനെ എല്ലായിടത്തും ഇങ്ങനെ നിങ്ങൾ മദ്യവും മയക്കുമരുന്ന് എന്ന് പറഞ്ഞ ഒരു ഡിവിഷൻ ലോകത്തില്ല. അതാണ് നിങ്ങളെ പോലുള്ള ബുദ്ധിശൂന്യരായ മനുഷ്യർ ആദ്യം പറയുന്നത്. മദ്യവും മയക്കുമരുന്ന് ഇല്ല, മയക്കുമരുന്നാണ് മദ്യം. അത് വലിയ ഇൻഡസ്ട്രി ആയതുകൊണ്ടാണ് നിരോധിക്കാൻ പറ്റാത്തത്. ഈ അമ്പലം നിരോധിക്കാൻ പറ്റാത്ത പോലെയാണ്. അതുകൊണ്ടാണ് ഗവൺമെന്റ് അത് വിൽക്കുന്നവരുടെ അടുത്ത് നിൽക്കുന്നത്. അത് വിൽക്കുന്ന എസ്റ്റാബ്ലിഷ്മെന്റ് എന്ന് പറഞ്ഞാൽ മയക്കുമരുന്നും സിഗരറ്റും വിൽക്കുന്ന എസ്റ്റാബ്ലിഷ്മെന്റ് ഈ ഗവൺമെന്റുകളെ നിയന്ത്രിക്കുന്നതുകൊണ്ടാണ് മറ്റതെല്ലാം മയക്കുമരുന്നായത്. അവരുടെ എന്താണ് വരുമാന കുറവുണ്ടാകുമെന്ന് കാണുന്നതിൻ്റെ ന്യായമേ ഉള്ളതില്. അല്ല നിങ്ങൾ വിചാരിക്കുന്നത് ഈ മദ്യം കഴിച്ച് റോഡിൽ കിടക്കുന്നതിന് കവിഞ്ഞ് നിങ്ങൾ പറയുന്ന MDMA കഴിച്ചിട്ട് റോഡിൽ കിടക്കത്തേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ പറഞ്ഞു മദ്യമാണ്, ഓക്കെ മദ്യം പ്രശ്നമാണെന്ന് പറഞ്ഞില്ലേ, എങ്കിൽ മദ്യവും നിരോധിച്ചോട്ടെ മയക്കുമരുന്നും നിരോധിച്ചോട്ടെ എന്ന് പറയായിരുന്നില്ലേ? നിരോധിക്കുന്ന സാധനം രഹസ്യമായി ഉണ്ടാകുമെന്നുള്ള ചരിത്രം നിൽക്കുന്നതുകൊണ്ടാണ് നിങ്ങളോട് അത് പറയുന്നത്. അത് നിങ്ങൾ ഇരുന്നുണ്ട് എന്നോട് സംസാരിച്ചിട്ടൊന്നും കാര്യമില്ല. നിങ്ങൾ ഗവൺമെന്റ് ഒന്നും അല്ല. നിങ്ങളുടെ ആഗ്രഹം ചിന്ത മാത്രമാണ്. 13 വർഷം മദ്യം നിരോധിച്ച രാജ്യമാണ് അമേരിക്ക. 13 വർഷം, 1920 തൊട്ട് 1933 വരെ 13 വർഷം വെച്ചപ്പോൾ മാഫിയ സംഘം ആ രാജ്യത്തുണ്ടായി. ഇത്രയധികം ഗണ്ണ് ഉപയോഗിക്കുന്ന രാജ്യമായി അത് മാറി. സകലരും മദ്യപാനികളായി. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാത്തത് കൊണ്ടാണ്, വിഷയം അറിഞ്ഞുകൂടാതെ കൊണ്ടാണ് അങ്ങനെയൊക്കെ പറയുന്നത്. വിഷയം സാർ ഇങ്ങനെ സംസാരിക്കുമ്പോഴോ? ഏത് വിഷയം എല്ലാം അറിയുന്ന സാർ ഇങ്ങനെ സംസാരിക്കും? ഞാൻ അങ്ങനെയാ സംസാരിക്കുന്നത്. വിഷയം അറിഞ്ഞിട്ടാണ് മിണ്ടുന്നത്. നിങ്ങൾ എപ്പോഴെങ്കിലും നിരോധിച്ച രാജ്യങ്ങളെ പറ്റി പഠിച്ചിട്ടുണ്ടോ? നിരോധിച്ച രാജ്യങ്ങളുണ്ട്, അവിടെ ക്രിമിനൽസാണ് ഉണ്ടായത്. അത് പിൻവലിക്കാൻ ബാധ്യതയുണ്ടായി. പിൻവലിച്ചതിന് ശേഷം എന്താ ഉണ്ടായി? ക്രിമിനൽസ് തുടർന്ന്. ഇന്ന് അമേരിക്ക ഭരിക്കുന്നത് ക്രിമിനൽസാണ്. ഇന്ത്യയിൽ മദ്യം നിരോധിക്കുമ്പം എന്താ സംഭവിക്കുന്നത്? മദ്യം നിരോധിച്ച സ്ഥലങ്ങളിൽ നിങ്ങളൊന്ന് പോകണം. ഗുജറാത്തിൽ നിങ്ങൾ പോകണം, എല്ലാ വീട്ടിലും കിട്ടും. നിങ്ങൾക്ക് ആ സൗദി അറേബ്യയിലും ദുബായിലൊക്കെ നിങ്ങളൊന്ന് പോയി നോക്കണം. അവിടെ എല്ലാം നിരോധിച്ച് വെച്ചിരിക്കുകയാണ്. കിട്ടാത്ത ഒരു സ്ഥലവും ഇല്ല. രായ്ക്ക് രാമായണം ഈ സകല കള്ളന്മാരെ ഉണ്ടാക്കാമെന്നുള്ളതല്ല, ഒരു പ്രയോജനം അതിനകത്തില്ല. ക്രിമിനൽസിനെ ഉണ്ടാക്കി നമ്മൾ അവസാനം അണ്ടർവേൾഡ് എന്ന് പറഞ്ഞ വാക്കൊക്കെ വന്നിട്ടില്ലേ? ഇതൊക്കെ ഉണ്ടായത് ഈ മദ്യനിരോധനത്തിനകത്തു നിന്നാണ്. അമേരിക്കയിൽ ആദ്യം സംഭവിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ, ഇവർ നിരോധിച്ച് കഴിഞ്ഞപ്പോൾ വലിയ കപ്പലുകൾ ഉണ്ടാക്കി കടലിലിട്ട് ആളുകൾ വള്ളത്തെ കയറി അവിടെ ചെല്ലുന്നത്. ഇങ്ങനെ ഈ കപ്പൽ ഇൻ്റർനാഷണൽ വാട്ടറാണ്, 3 മൈലിനപ്പുറത്ത് ആയ ഇൻ്റർനാഷണൽ വാട്ടറാണ്. ഗവൺമെൻറ്റിന് യാതൊരു നിയമവുമില്ല. വലിയ കപ്പലിനകത്ത് സാധനം. അപ്പോൾ ആളുകൾ ഇവിടെ ചെയ്യാൻ കാസിനോകൾ മുഴുവൻ അങ്ങനെയാണ് കപ്പലിലുണ്ടായത്. ഇതെല്ലാം നടന്നാണ്. സകല വീടുകളിനകത്തും ഈ മദ്യം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ചെറിയൊരു ടെക്നോളജിയാണ്. അതുകൊണ്ട് എല്ലാ വീട്ടിലും ഉണ്ടാക്കാമെന്ന്. അതേസമയത്ത് നിങ്ങൾ യൂറോപ്പിൽ നോക്ക്, എല്ലാ വീട്ടിലും ഉണ്ട് മദ്യം. ആളുകൾ നിയന്ത്രിക്കും. ഇപ്പം നിങ്ങൾ എൻ്റെ അടുത്തിരുന്ന് ആവശ്യത്തിക്കുള്ളിൽ തിന്നുന്ന ഉടനെ പറയും അധികമായി തിന്നരുതെന്ന് പറയും. നിയന്ത്രിക്കപ്പെടും. നിങ്ങൾ ക്രിമിനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് പറ്റും? ആൾക്കാർ രഹസ്യമായിട്ട് ചെയ്യും. ഈ റോഡ് നീളെ മുഴുവൻ കുപ്പി പൊട്ടിച്ചിട്ടിരിക്കുന്നത് നിങ്ങൾ കാണുന്നില്ലേ? കാരണം വീട്ടിൽ കൊണ്ടുപോകാനൊക്കത്തില്ല, അടച്ചു വയ്ക്കാൻ പറ്റത്തില്ല, ബാക്കി ഇരിക്കത്തില്ല. ഒരു കുപ്പി മേടിച്ച് കംപ്ലീറ്റ് കുടിച്ച് റോഡിൽ കിടക്കുന്നവരായിട്ട് ആളുകൾ മാറുന്ന സാധനമാണ് നിരോധനത്തിൻ്റെ യുക്തി. അത് കൂട്ടാവുന്നുള്ളതല്ല, അത് വേറെ ഒരു പ്രയോജനം അതിനകത്തില്ല. നിങ്ങൾ ഈ വടക്കേ ഇന്ത്യയിലെ നഗ്ന തൊഴിലാളികൾ ഉണ്ടല്ലോ, അവിടുത്തെ എന്താണ് കുംഭമേളയ്ക്ക് പോകുന്നത്, മുഴുവനും കഞ്ചാവ് വലിച്ച് സകല കറുപ്പും തിന്ന് കിടക്കുന്നവരല്ലേ? എന്താ അറസ്റ്റ് ചെയ്യാത്തത്? അവരെവിടെ പാർലമെൻറ്റ് വിളിച്ചുകൊണ്ട് ഇരുത്തുന്നുണ്ടല്ലോ മോദി. ഇയാൾ നിങ്ങൾ കണ്ടതല്ലേ? ഇപ്പോൾ കുംഭമേള നടന്ന് കണ്ടതല്ലേ? ആ മുഴുവൻ പേരെ അറസ്റ്റ് ചെയ്യണ്ടേ? നിങ്ങൾ ഈ പറയുന്ന ന്യായം ശരിയാണെങ്കിൽ അവരെങ്ങനെയാണ് ഈ ഇന്ത്യയിൽ ഉണ്ടാകുന്നത്?
അതിൻ്റെയൊക്കെ പേര് അപ്പം ശിവമൂലി എന്നാണ്, കഞ്ചാവ് എന്നല്ല. കാരണം ആത്മീയമായ അനുഭവം, ഈ സകല മഹാന്മാരും ഇത് വലിച്ചിട്ടാണ് ഈ ആത്മീയതയൊക്കെ ഉണ്ടാക്കിയത്. വെറുതെ ഇതിനെ മേളിൽ കടന്ന് ചർച്ച ചെയ്ത സമയം കളയരുത്. ഞാനീ പറയുന്നത് മനസ്സിലാക്കാനുള്ളത്, നിരോധനം അല്ല, നിരോധിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും കൊടുക്കുക എന്നല്ല. ഉപയോഗിക്കുന്ന നിങ്ങൾ ഏത് കാര്യം ചെയ്താലും ഒരു 80% പേര് അവർക്ക് വേണമെങ്കിലേ ചെയ്യുള്ളൂ, അല്ലെ ചെയ്യത്തില്ല. ബാക്കി 20% അവർക്ക് വേണ്ടിയാണ് ലോകത്തെ എല്ലാ നിയമവും, അവരെയാണ് നിയന്ത്രിക്കുന്നത്. നിങ്ങൾ നിരോധിച്ചു കഴിഞ്ഞാൽ അഗ്രസീവായ സെയിൽസ് ഉണ്ടാകും. കാരണം പെട്ടെന്ന് പണം ഉണ്ടാക്കാൻ പറ്റുന്ന വഴിയായത് കാരണം കൊണ്ട് ആളുകൾ, ഉപയോഗിക്കുന്ന ആളുകളും കൂടെ വിൽപ്പനക്കാരായി മാറും. കാരണം പണം അത്ര ആവശ്യമാണ്, വലിയ വിലയാണ്. അങ്ങനെ ആകാതിരിക്കാനാണ് അത് ചെയ്യുന്നത്. അല്ലാതെ എല്ലാവരും കൂടെ രാവിലെ എണീറ്റിട്ട് എന്താണ് പാരസെറ്റമോൾ തിന്നണം, അല്ലെന്നുണ്ടെങ്കിൽ എല്ലാവരും കൂടെ MDMA തിന്നണം എന്നൊന്നും ആരും പറഞ്ഞിട്ടില്ല. പക്ഷെ ഇതെല്ലാം ഉപയോഗിച്ച് ഇപ്പോൾ അമേരിക്കയിലെ ഒരു സ്ഥലം, കറക്റ്റ് ആ ഒരു നെയിം എനിക്ക് ഓർമ്മയില്ല, ആ ഒരു സ്ഥലത്ത് ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു ഞാൻ, ഈ പറഞ്ഞ പോലെ തന്നെ മയക്കുമരുന്ന്. ആ കിടക്കുന്ന മുഴുവൻ, ഞാനവിടെ അമേരിക്കയിൽ പോയിട്ടുള്ള ഒരാളും കൂടെ, ആ കിടക്കുന്ന ആൾക്കാർ മുഴുവൻ വീടില്ലാത്തവർ. ഈ ഇറാൻ്റെ മേളിൽ ബോംബ് ചെയ്യുന്ന സമയത്ത് അവർക്ക് വീട് വെച്ച് കൊടുത്തിരുന്നെങ്കിൽ അവരാരും റോഡിൽ കിടക്കത്തുമില്ല, ഇത്രയും കഴിക്കത്തുമില്ല. നിങ്ങൾക്കറിയാമോ, ലോകത്തിലെ ഏറ്റവും കൂടുതൽ പണമുള്ള രാജ്യമാണ് അമേരിക്ക. അവിടെ വീടില്ലാത്തവരെങ്ങനെ ഉണ്ടാവും? ഈ കേരളത്തിലില്ല വീടില്ലാത്തവർ. നിങ്ങൾ വെറുതെ നോക്കിയാൽ മതി. സാമൂഹികമായി മര്യാദയ്ക്ക് പെരുമാറണമെന്ന് ആലോചിക്കുന്നതുകൊണ്ടാണ് നമ്മുടെ നാട്ടിനകത്ത് ഇനിയൊരു വീടില്ല, ഭൂമിയില്ല എന്ന് പറയുന്നവരുടെ 1000-നകത്തേക്കും ലക്ഷത്തിനകത്തേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്. അതേ സമയത്ത് യഥാർത്ഥത്തിൽ വിദ്യാഭ്യാസമ്പന്നരായിട്ടുള്ള വീടുകളിൽ താമസിച്ചിരുന്നവർക്ക് വാടക കൊടുക്കാൻ കഴിയാത്തത്രയും അത് ഉയർന്നു പോയിട്ട് റോഡിലായി പോയ ആൾക്കാരാണ് ആ കിടക്കുന്ന മുഴുവൻ. അവർക്ക് വേറെ ഒന്നും ആ റോഡിൽ കിടക്കുന്നത് ആലോചിക്കാൻ വയ്യാത്തതുകൊണ്ട് വലിക്കുന്നവരാ, തിന്നുന്നവരാ. അത് സാമൂഹ്യ ദ്രോഹികളായ ഒരു ഭരണകൂടം അവിടെ ഇരിക്കുന്നതുകൊണ്ടാണ് ആ ആളുകൾ അവിടെ കിടക്കുന്നത്. അല്ല നിങ്ങൾ വിചാരിക്കുന്നതല്ലേ രാവിലെ എണ്ണീറ്റിട്ട് തിന്നണമെന്ന് ആലോചിക്കുന്നവരല്ല. നിങ്ങൾക്ക് വേറെ വഴിയൊന്നുമില്ല. ആത്മഹത്യ ചെയ്യുന്നതിന് പകരമാണ് ആ മദ്യം കഴിക്കുന്നത്, ആത്മഹത്യ ചെയ്യുന്നതിന് പകരമാണ് ആ മയക്കുമരുന്ന് കഴിക്കുന്നത്. അത്രയും ദ്രോഹകരമായ സമൂഹം ഉണ്ടാക്കിയിട്ടുണ്ട്. അല്ലാതെ എല്ലാവരും വലിച്ചു തിന്നത്തില്ല. നിങ്ങൾക്ക് രസിക്കാൻ വേണ്ടി ഒരു നേരം കഴിക്കുകയൊക്കെ ചെയ്യുന്നവരല്ലാതെ നിയന്ത്രിക്കും നമ്മൾ. അതിനെയാണ് സ്വയം നിയന്ത്രണം എന്ന് പറയുന്നത്. അറിയും ഇതിനൊക്കെ അപകടമുണ്ടെന്ന്. ഈ സിഗരറ്റ് ഇപ്പോഴും കൊടുത്തോണ്ടിരിക്കുകയല്ലേ, ക്യാൻസർ ഉണ്ടാകുമെന്ന് എല്ലാവർക്കും അറിയാമല്ലോ, നിരോധിക്കുന്നില്ലല്ലോ. പക്ഷെ ഉപയോഗിക്കുന്ന കുറഞ്ഞിട്ടില്ലേ? കുറഞ്ഞിട്ടുണ്ട്. അതിനെയാണ് നിയന്ത്രണം. നിങ്ങൾ നിരോധിച്ചാൽ രഹസ്യം ലോകം ഉണ്ടാകും, ക്രിമിനൽസിനെ ഉണ്ടാക്കും, വേറെ ഒരു പ്രയോജനമില്ല. അല്ലാതെ എല്ലാവരും കൂടെ ലോകം മുഴുവനും നടന്ന് ബോംബ് ചെയ്യുന്ന മനുഷ്യരാണ് ഈ മനുഷ്യരെ നന്നാക്കുന്നതെന്നും കൂടെ ഓർക്കണം. നിങ്ങൾക്ക് നാണം വേണ്ടേ അങ്ങനെയൊക്കെ ഒരു കാര്യം ആലോചിച്ച്? വ്യക്തിപരമായിട്ട് പറയുമൊന്നുമല്ല ഇതൊന്നും. ബോംബ് ചെയ്യുന്ന ആൾക്കാർ, ഇന്നസെൻ്റായ പെണ്ണുങ്ങളും ഇന്നസെൻ്റായ കുഞ്ഞുങ്ങളെയും സംരക്ഷിക്കാൻ വേണ്ടി പട്ടാളക്കാർ നിൽക്കുമ്പോഴാണ് ബോംബ് ചെയ്യുന്നത്. എങ്ങനെ ബോംബ് ചെയ്യുള്ളൂ? അവരവിടെ പശുവിനെ കറന്നുകൊണ്ടിരുന്നവരല്ലേ, പാടത്ത് പണി എഴുതുന്നുണ്ട്, മണ്ടയിലല്ലേ ഈ ബോംബ് ചെയ്യുന്നത്. എങ്ങനെ അതൊക്കെ ചെയ്യും? ഈ ചെയ്യുന്നവന്മാരാണ് ആളുകളെ സംരക്ഷിക്കാൻ വേണ്ടി നടക്കുകയാണെന്ന് പറയുന്നത്. ആരോട് പറയുക? ആരോട് പറയുകയാണ് ഇതൊക്കെ? ഒരു ആറ്റം ബോംബ് ഉണ്ടാക്കാനുള്ള കാശുണ്ടെങ്കിൽ ഈ ഇന്ത്യയിൽ ഒരൊറ്റ ഒരുത്തിനും വീടില്ലാതെ നടക്കത്തില്ല. ആരുടെ പ്രയോറിറ്റി ആയത്? നേപ്പാൾ എന്ന് പറയുന്ന രാജ്യം ഇവിടെ ഇല്ലേ? ചൈനയെ യുദ്ധം ചെയ്ത് ജയിക്കുമോ? ഇന്ത്യയെ യുദ്ധം ചെയ്ത് ജയിക്കുമോ? പിന്നെ അവരെങ്ങനെ അവിടെ കഴിയുന്നത്? ഇവർ ഈ ആയുധമൊക്കെ ഉണ്ട്, പട്ടാളമൊക്കെ ഉണ്ടെങ്കിൽ ജീവിക്കത്തില്ലെന്ന് പറഞ്ഞാൽ ശ്രീലങ്ക എങ്ങനെ ജീവിക്കും? സൗഹൃദപരമായി നിൽക്കുന്നതുകൊണ്ടായിരിക്കും. അത്രയും ലളിതമാണ്. സൗഹൃദപരമായി പെരുമാറാൻ പഠിക്കുക എന്നുള്ളതാണ് വേണ്ടത്. അതിന് പകരം ആയുധം ഉണ്ടാക്കുന്ന കഴുതകളിരിക്കുന്ന രാജ്യമായതുകൊണ്ടാണ് ഈ മയക്കുമരുന്ന് കഴിച്ച ആൾക്കാർ കിടക്കേണ്ടി വരുന്നത്. പക്ഷേ ശ്രീലങ്കയും നേപ്പാളിനെ പോലെ എല്ലാവരും ചിന്തിക്കണമെന്നില്ലല്ലോ. ബാക്കി എവിടെയാണുള്ളത്? ഈ ആയുധം ഉണ്ടാക്കിയവർ തമ്മിലേ യുദ്ധമുള്ളൂ. ബാക്കിയുള്ള ആൾക്കാർ മുഴുവൻ, മാലി എന്ന് പറയുന്നൊരു രാജ്യം ഇവിടെ ഉണ്ടല്ലോ, നമുക്ക് രണ്ടുപേരും കൂടെ പോയാൽ അത് പിടിക്കാം. പക്ഷെ ആരും പിടിക്കുന്നുണ്ടോ? ഇത് ഒരു കാലത്ത് നടന്നിരുന്ന സംഭവമാണ്. ഇന്ന് ഇത് ചെയ്യപ്പെടുന്നത് ആയുധം വിൽക്കുന്നവർ
തമ്മിലടിപ്പിക്കുന്നത് കൊണ്ട് മാത്രമാണ്. ആയുധ വ്യവസായികളുടെ യുദ്ധമാണ് നടക്കുന്നത്. ഒറ്റ ദിവസം കൊണ്ട് യുദ്ധം ജയിച്ചില്ലെങ്കിലും നിർത്തിക്കളയുന്നത് എങ്ങനെയാണ്? പണ്ടങ്ങനെ അങ്ങനെ ഉണ്ടോ? യുദ്ധം ചെയ്താൽ അത് ആ രാജ്യം പിടിക്കുകയോ ഒക്കെ ചെയ്യുകയല്ലേ ചെയ്യുന്നത്. ഇപ്പം എങ്ങനെയാണ് അവർ നിർത്തിയത്? ഇന്നലെ സന്ധി സംഭാഷണം പ്രഖ്യാപിച്ച് എങ്ങനെയാണ് അത് ചെയ്യുന്നത്? യുദ്ധം തുടങ്ങിയതിൻ്റെ അർത്ഥം എന്തായിരുന്നു? അപ്പം ഞാൻ പറഞ്ഞില്ല, ഇത് നമുക്ക് യുക്തിയില്ല. കാരണം അവന്മാരുടെ അമേരിക്കക്കാർക്ക് ഒരു ബോംബ് ഉണ്ടാക്കിയിട്ടുണ്ട്, അത് ഇട്ട് നോക്കണമായിരുന്നു. അതിനാണ് അവരത് ചെയ്തത്. ഇങ്ങനെ ചെയ്യുന്ന രാജ്യത്ത് ആ റോഡ് നീളെ ആൾക്കാർ വീടിനകത്ത് താമസിക്കാൻ വയ്യാതെ കിടക്കുകയാണ്. ആയിരക്കണക്കിന് കോടി വിലയുള്ള ഒരു പ്ലെയിൻ, ആയിരക്കണക്കിന് കോടി വിലയുള്ള ഒരു ബോംബ് ദരിദ്രവാസികളുടെ മണ്ടയിൽ ഇടുന്നതാണ് യുദ്ധം. ഈ ഇടുന്ന ആൾക്കാർ മുഴുവനും അവിടെ പാടത്ത് പണിയെടുത്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ മണ്ടയിലല്ലേ ഇടുന്നേ? നിങ്ങൾ ലോൺ എടുത്ത് വെച്ചുണ്ടാക്കിയ പെരകളല്ലയോ തകർത്തത്? അതിൻ്റെയൊക്കെ ലോൺ ഇനിയും അടയ്ക്കണ്ടേ? ആലോചിക്കും നിങ്ങൾ. ഈ ചെയ്യുന്നവന്മാരാണ് നാട്ടിലിവിടെ മയക്കുമരുന്ന് കഴിച്ച്, അവനൊക്കെ മയക്കുമരുന്ന് കഴിച്ച് ചാകട്ടെ. ഈ ബോംബിട്ട് കൊല്ലുന്നവന്മാരുടെ കീഴിൽ കഴിയുന്നതിനേക്കാളും നല്ലതല്ലേ? നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്ക്. ഈ യുവാക്കളെ മുഴുവനും കൊണ്ടുപോയി കുരുതി കൊടുക്കാനായിട്ട് കൊണ്ടുപോകുന്ന ആൾക്കാരല്ലേ ഇവർ. മയക്കുമരുന്ന് കഴിക്കാതെ ഇവിടെ ഇരിക്കുവാണെങ്കിൽ എന്ത് പറ്റും? പട്ടാളത്തിൽ ചേർത്ത് വെടിയോ ചൊല്ലും. ഇതിനല്ലേ പറയുന്നേ? സെയിനായ ആൾക്കാർ ഈ മയക്കുമരുന്ന് കഴിക്കുന്നവരാണോ ഈ യുദ്ധമൊക്കെ ആരംഭിക്കുന്നത്? ബോധത്തോടെ ഇരുന്നാൽ കുഴപ്പമാണെന്നുള്ളതിൻ്റെ തെളിവല്ലേ അത്? ഒന്നുമില്ല, കഞ്ചാവ് വലിക്കുന്നതിനോടെ റോഡിലല്ലേ കിടക്കത്തുള്ളൂ, യുദ്ധം ചെയ്യത്തില്ലല്ലോ. ഉപദ്രവിക്കുന്നില്ലേ? ആരെ ഉപയോഗിക്കുന്നത്? കഞ്ചാവ് വലിച്ചവൻ ഇതുവരെ ഉപദ്രവിച്ചിട്ടില്ല. മദ്യം കഴിക്കുന്നവനാണ് ഉപദ്രവിക്കുന്നത്. ആര് പറഞ്ഞു കഞ്ചാവ് വലിച്ചവൻ നിങ്ങൾക്കറിയാം, എനിക്കറിയാം. കഞ്ചാവ് വലിച്ചവർ ഇതുവരെ ആരെയും ഉപദ്രവിച്ചിട്ടില്ല. അത് മുഴുവനും എന്നെ പേപ്പട്ടിയാക്കുന്ന പോലെ പറയുന്ന സാധനമാണ്. ഈ മദ്യം വിൽക്കുന്നവന്മാരും കഴിക്കുന്നവന്മാരും ഈ കഞ്ചാവ് വലിക്കുന്നവർ കാരണമാണ് കുഴപ്പമെന്ന് പഠിപ്പിക്കുന്നത് കൊണ്ട് മാത്രമാണ് നിങ്ങളത് കേൾക്കുന്നത്. നിങ്ങൾക്കത് ഉപയോഗിക്കുന്നത് കഴിഞ്ഞാൽ ലോകത്തെ ഏറ്റവും വലിയ ഡിപ്രസൻ്റാണ് മദ്യം. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാനസികമായ പ്രശ്നം, നിങ്ങൾക്ക് വിഡ്രോവൽ ഉണ്ടാകും, നിങ്ങൾക്ക് പ്രശ്നമുണ്ടാകും. അത് ക്ലീനായിട്ട് വിൽക്കാം. അതിന് നിയന്ത്രണമൊക്കെ ഇല്ലേ? 18 വയസ്സാകുമ്പോഴേ കുടിക്കാൻ പറ്റത്തുള്ളൂ. അയ്യോ, എന്താ കാര്യം? ഞങ്ങൾ പക്ഷെ ആരും ഈ പറഞ്ഞ പോലെ മദ്യം കിട്ടാത്തതിന്റെ പേരിലോ സിഗരറ്റ് കിട്ടാത്തതിന്റെ പേരിലോ ആരും ഉപദ്രവിക്കുകയോ. നിങ്ങൾ ഈ പറയുന്ന കഥ എന്ന് പറയുന്നത് നിങ്ങൾ നേരത്തെ പഠിച്ച കഥയാ. ഞാൻ ഭയങ്കര ഭീകരനാണ്, നിങ്ങളെ കണ്ട ഉടനെ പിടിച്ചിടിക്കും എന്ന് നിങ്ങളടുത്ത് പറഞ്ഞ് പേടിപ്പിച്ച് വെച്ചിരിക്കുന്നത് പോലാണ് ഈ മയക്കുമരുന്നിൻ്റെ മേളിലുള്ള കഥകൾ. അങ്ങനെയല്ല, ഞാൻ ചോദിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ മദ്യം എനിക്ക് കിട്ടിയില്ല എന്ന് വിചാരിക്കാം. ഞാനിപ്പോൾ ഒരു മദ്യപിക്കുന്ന ഒരാളായിരിക്കാം, അല്ലെങ്കിൽ അല്ലായിരിക്കാം. മദ്യം കിട്ടിയില്ല അല്ലെങ്കിൽ സിഗരറ്റ് കിട്ടിയില്ല എന്ന് വെച്ചിട്ട് ആ ആൾ ആരും ഉപദ്രവിക്കാൻ തന്നിട്ടില്ലല്ലോ. മുഴുവൻ വരെ പക്ഷെ അതുപോലെ സകല പെണ്ണുങ്ങളെ ഇടിക്കും, എല്ലാ അമ്മമാരെയും തല്ലും, വീട് മുഴുവൻ തകർക്കും. മദ്യപാനികളെ നിങ്ങൾ എന്തെന്നാ ഈ പറയുന്നത്? നിങ്ങളെ വല്ലവരും നോക്കി ഇനി ഇത് കഴിയുമ്പോൾ ചിരിക്കും ഇങ്ങനെയൊക്കെ പറഞ്ഞ. ഏറ്റവും സാമൂഹിക ദ്രോഹം ഉണ്ടാക്കുന്നതാണ് മദ്യം. അത് ഇവിടുത്തെ റെഗുലേറ്റ് ചെയ്ത് ഗവൺമെന്റ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് മാത്രമാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ മദ്യം വിൽക്കുന്നവർ പ്രചരിപ്പിക്കുന്ന കഥകളാണ് ഇതിന്റെ മുകളിലുള്ളത്. ആരും ഈ പറഞ്ഞ പോലെ മദ്യം കിട്ടാൻ വേണ്ടിയിട്ട് മറ്റുള്ളവരെ ഉപദ്രവിക്കുക, ഇല്ലെങ്കിൽ അവിടെ നിന്ന് എന്താണ് നിങ്ങൾ ഈ പറയുന്നത്? നിങ്ങൾ ഇവിടുത്തെ പള്ളിയിലച്ചന്മാരോടെങ്കിലും ഒന്ന് ചോദിച്ചു നോക്ക്. അവരുടെ വീട്ടിൽ സകലരിടത്തും പോയിട്ട് ഈ മദ്യം കഴിക്കുന്ന ആൾക്കാരെ പറഞ്ഞു ശരിയാക്കാൻ ഡി അഡിക്ഷൻ സെന്റർ എത്രയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്? നിങ്ങൾ എന്തോ ഈ പറയുന്നേ? നിങ്ങൾക്ക് ഒന്നീ വിഷയം തീരെ അറിഞ്ഞൂടാ. ഞാൻ ചോദിക്കുന്നത് അതല്ല. അതായത് കഞ്ചാവ് വലിക്കുന്നെങ്കിൽ MDMA വലിക്കുന്നവരൊക്കെ അത് കിട്ടാൻ വേണ്ടിയിട്ട് കഞ്ചാവ് വലിക്കുന്ന ഒരൊറ്റ ഒരുത്തിനും ഒന്നും ചെയ്യത്തില്ല. കാരണം അവൻ അഡിക്ഷൻ പോലും ഉണ്ടാകത്തില്ല. കഞ്ചാവിന് അഡിക്ഷൻ ഇല്ല. അഡിക്ഷൻ ഇല്ല. അത് നിങ്ങളൊന്ന് പഠിച്ചാൽ മതി, വായിച്ചാൽ. കഞ്ചാവ് അതായത് എനിക്കറിയുന്ന എന്റെ ഫ്രണ്ട്സ് സുഹൃത്തുക്കളിലും ഈ പറഞ്ഞ പോലെ കഞ്ചാവ് വലിക്കുന്നവരുണ്ട്. അവർക്ക് അത് കിട്ടാതെ വരുന്ന സമയത്ത് അവർ കിട്ടാൻ വേണ്ടി എന്തും ചെയ്യും എന്നുള്ളതും അറിയാം. ഇതുവരെ അഡിക്ഷൻ ആണെന്ന് അവർ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇതുവരെ ചെയ്തിട്ടില്ല എന്റെ അറിവിൽ. നിങ്ങളുടെ അറിവില് ഞാൻ ഡി അഡിക്ഷൻ ചെയ്തിട്ടുള്ള ഒരാളാണ്. ഞാൻ എന്താണ് ഹാർഡ് ഡ്രഗ് എന്നതിന് പറയുന്നത്. IUD ഉപയോഗിക്കുന്ന ആൾക്കാരെ അവരുടെ ഉപയോഗം നിർത്തുന്നതിന് നമ്മൾ ഉപയോഗിക്കുന്ന സാധനമാണ് കഞ്ചാവ്. വീനിങ് എന്ന് പറയും. എന്ന് പറഞ്ഞാൽ വലിയ ശക്തിയുള്ള ഇതിനകത്തു നിന്ന് ചെറുതിലേക്ക് മാറ്റി കൊണ്ടുവരാൻ ഉപയോഗിക്കുന്നതാണ് കഞ്ചാവ്. നിങ്ങൾക്ക് അറിയാതെ പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ അതിനെ വ്യക്തിപരമായിട്ട് നിങ്ങളെ ആക്ഷേപിക്കുന്നിടത്ത് എത്തിക്കാതെ അങ്ങനെ ചെയ്യരുത്.
ഈ വിഷയങ്ങളെന്ന് പറയുന്നത്, ഞാൻ ഈ മദ്യം ഉപയോഗിക്കാനൊന്നും അല്ലല്ലോ, ഈ കഞ്ചാവ് ഉപയോഗിക്കാനൊന്നും അല്ല ഈ പറയുന്നേ. ഈ പറയുന്ന സമീപന രീതി കാരണം നിങ്ങൾ ക്രിമിനൽസിനെ ഉണ്ടാക്കും എന്നുള്ളത് മാത്രമാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ലോകത്തെ LSD ഉണ്ടാക്കിയിട്ട് ഞാൻ എൻ്റെ കുട്ടിക്കാലത്തെ കണ്ടിട്ടുള്ളതാണ് LSD. ഇതൊക്കെ ഈ സാധനങ്ങളൊക്കെ ഭയങ്കര ഭീകരം. അമേരിക്കക്കാർ യുദ്ധവിരുദ്ധതയ്ക്ക് ആയിട്ട് അവിടുത്തെ യുവജനങ്ങൾ മാറിയതാണ്. വിയറ്റ്നാം വാറിന് പോകത്തില്ലെന്ന് പറയുന്ന കാരണം കൊണ്ട് അവർ മേക്ക് ലവ് നോട്ട് വാർ എന്ന് പറഞ്ഞ് നടത്തിയ സമരത്തിനെതിരായിട്ടാണ് ഈ സകല ഡ്രഗിനും നിരോധനം ഉണ്ടാക്കിയത്. അപ്പോഴവർ മദ്യത്തിനെ തൊട്ടിട്ടില്ല, കാരണം അതിൻ്റെ വിൽപ്പനക്കാരാണ് അത് ഭരിക്കുന്നത്. നിങ്ങളിതൊക്കെ അതൊന്ന് സ്വല്പം ഒന്ന് പഠിച്ചാൽ നമുക്ക് മനസ്സിലാകും. അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ അല്ലത്. ആളുകൾ ഇതെല്ലാം ഉപയോഗിക്കുന്നത് രഹസ്യമായിട്ടൊക്കെ കുറച്ച് ഉപയോഗിക്കുന്നവരുണ്ട് എന്ന് നമ്മൾ അറിയേണ്ടതുണ്ട്. 100 പേരുണ്ടെന്നുണ്ടെങ്കിൽ, ഇപ്പം ഒരാൾ മോട്ടോർ സൈക്കിൾ ഓടിക്കുന്ന ആൾ 100 കിലോമീറ്റർ മേളിലോട്ട് ഓടിക്കുന്ന എത്ര പേരുണ്ടാവും? കുറച്ച് പേരല്ലേ ഉണ്ടാകത്തുള്ളൂ. ബാക്കിയുള്ളവരെല്ലാം നിയന്ത്രിതമായിട്ട് ഉപയോഗിക്കുന്നവരല്ലേ. സ്പീഡ് ത്രിൽസ് ബട്ട് കിൽസ് എന്ന് നമ്മൾ എഴുതി വയ്ക്കത്തില്ലേ? നമ്മൾ എല്ലാവരും അത് ചെയ്യത്തില്ല, കുറച്ച് പേരെ അത് ചെയ്യുള്ളൂ. ആ ചെയ്യുന്നവരെ നിയന്ത്രിക്കുന്നതിൻ്റെ തലവേലും അപ്പോൾ ഉള്ളൂ. അല്ലാതെ നിരോധിക്കേണ്ട, മോട്ടോർ സൈക്കിൾ നിരോധിക്കേണ്ട. അങ്ങനെ അത് മനസ്സിലാക്കേണ്ടത്. ഈ വിഷയ സമീപനം എങ്ങനെയാണെന്നുള്ള ഈ പറയുന്നത്. എല്ലാവരും മോട്ടോർ സൈക്കിൾ മേടിക്കണം, എല്ലാവരും ഓടിക്കണം എന്ന് ആരെങ്കിലും പറയുന്നുണ്ടോ? ഓടിക്കുന്ന ആൾക്കാർ ഈ സ്പീഡിലെ ഓടിക്കാവൂ എന്ന് നമ്മൾ പഠിപ്പിക്കുന്നത് പോലെയാണിത്. ഇത് അറിവ് കൊടുക്കേണ്ടതുണ്ട്. ഇത് രഹസ്യ ലോകം ഉണ്ടാക്കരുത്, ഇതായി പറയുന്നത്. അപ്പോൾ എന്ത് പറ്റും? യുവജനങ്ങൾ മുഴുവൻ അതിനകത്ത് വീഴും. കാരണം രഹസ്യമായ ആൾക്കാർ കൊടുക്കുന്ന, അഗ്രസീവായിട്ട് സെയിൽ ചെയ്യാൻ തുടങ്ങുമ്പം വൾണറബിൾ എന്ന് നമ്മൾ പറയും. ഏറ്റവും കൂടുതൽ ഇതിനകത്ത് പെടാൻ സാധ്യതയുള്ളവർക്ക് കൊണ്ടുപോയി കൊടുക്കുക. അങ്ങനെ കുട്ടികൾക്ക് മുഴുവൻ കൊടുക്കുന്നവരായിട്ടും അവർ മാറുന്നേ. ഉപയോഗിക്കുന്നവൻ വിൽക്കുന്ന ആളായി മാറാൻ ബാധ്യത വരുന്നത് വില കൂടുന്നത് കൊണ്ടാണ്. നിരോധിക്കുന്ന സാധനം വില കൂടും. ഇത്രയാണ് ഈ പറയുന്നത്. ഇത് മനസ്സിലാക്കിയ ഒരു പാടുമില്ലാതെ ചെയ്യാൻ പറ്റുന്ന മേഖലകളാണ്. ഇത് ആരെങ്കിലും തിന്നണ്ടെന്നുള്ളതൊന്നും അല്ല ഈ പറയുന്നത്, തിന്നാനും പറയുന്നില്ല. നമ്മളിത് നിയന്ത്രിതമായി ഉപയോഗിക്കാൻ പഠിപ്പിച്ചാൽ ചെയ്യാനല്ല. ആരെങ്കിലും പോവുകയാണെങ്കിൽ ഇതാണ്. എയ്ഡ്സിന് നമ്മൾ പഠിപ്പിക്കുമ്പോൾ അങ്ങനെയാണ് പഠിപ്പിക്കുന്നേ. നിങ്ങൾ ആരും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടരുത്, നിരോധിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞില്ലേ? പറ്റുമോ അങ്ങനെ? കാരണം ലൈംഗിക ബന്ധത്തിനകത്തൂടെയാണ് എയ്ഡ്സ് വന്നിരുന്നത്. ഞങ്ങൾ പഠിപ്പിച്ചതാണത്. കോണ്ടം ഉപയോഗിക്കാനാണ് പഠിപ്പിച്ചത്. അപ്പം ഇഷ്ടം പോലെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടട്ടെ എന്ന് പറയുന്നതാണെന്ന് പറഞ്ഞിട്ട് എനിക്കൊക്കെ എതിരെ അന്നും പറഞ്ഞിട്ടുണ്ട്. ഇതേപോലെ തന്നെ പറഞ്ഞിട്ടുണ്ട്. കോണ്ടം വിതരണം ചെയ്യുന്ന ഒരുത്തനായിരുന്നു ഞാൻ. അപ്പം രാവിലെ എണ്ണിട്ട് എല്ലാവരും കൊണ്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടണമെന്ന് വിചാരിച്ചിട്ടാണോ ഈ കോണ്ടം കൊടുക്കുന്നത്? ഗവൺമെൻറ് ഇവിടെ എല്ലായിടും കൊടുക്കുന്നുണ്ടല്ലോ, എല്ലാ കടയിലും മേടിക്കാൻ കിട്ടുന്നില്ലേ? അതെങ്ങനെ ഉപയോഗിക്കണമെന്ന് പഠിപ്പിക്കുക വേണ്ടത്. നിയന്ത്രിതമായി എങ്ങനെ ജീവിക്കണമെന്ന് പഠിപ്പിക്കുന്നതാണ് ലോകത്തിന് വേണ്ടത്, അല്ല നിരോധനത്തിൻ്റെ യുക്തികളല്ല. നിങ്ങൾ ആരുടെ അച്ഛന്മാരാകരുത്. പഴയ അച്ഛന്മാരില്ലേ നിങ്ങളെല്ലാവരും എങ്ങനെ ജീവിക്കണമെന്ന് പഠിപ്പിക്കുന്നത്? പള്ളിയിൽ അച്ഛന്മാരാകരുത്, മറ്റുള്ളവരെ ഭരിക്കുന്നവരാകരുത്. ലോകം എങ്ങനെയാണെന്ന് മനസ്സിലാക്കിയിട്ട് പാമ്പ് കടിച്ചാൽ ചാകുമെന്ന് പഠിപ്പിക്കുന്ന പോലെ, കറൻ്റെ തൊട്ടാൽ അടിച്ച് ചാകുമെന്ന് പഠിപ്പിക്കുന്ന പോലെ പറഞ്ഞേണ്ടത് അറിയേ ഉള്ളൂ. അല്ലാതെ എല്ലാവരും ഇതെല്ലാം ചെയ്യേണ്ട കാര്യമല്ല. എങ്ങനെയാണ് മല കയറേണ്ടതെന്ന് പഠിപ്പിച്ചെന്ന് വിചാരിച്ചാണെങ്കിൽ നിങ്ങൾ മുഴുവൻ പേരും രാവിലെ എണീറ്റ് മല കയറണ്ട. പക്ഷേ നിങ്ങൾ എവറസ്റ്റിൻ്റെ മണ്ടേ കയറാൻ പോവുകയാണെങ്കിൽ ഇന്ന വസ്ത്രങ്ങൾ സഹിക്കണം, ഇന്ന ഗ്ലൗസ് വേണം, നിങ്ങൾ എന്തെല്ലാം പ്രിക്കോഷൻ എടുക്കണം എന്ന് പഠിപ്പിക്കണം. ഇത്രയായി പറയുന്നേ. അല്ലാതെ രാവിലെ എണീറ്റ് മുഴുവൻ പേര് എവറസ്റ്റ് കയറണമെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ കുറച്ച് പേര് കയറും. നമ്മൾ രണ്ടുപേരും എവറസ്റ്റ് കയറാൻ പോകത്തില്ലല്ലോ. ഞാൻ ഇനിയും പോകത്തില്ല, നിങ്ങൾ പോവോ? ഇല്ല. അപ്പോൾ നമ്മൾ ഇത് പഠിക്കണം. നമ്മളത് കേട്ടാൽ നമുക്ക് മനസ്സിലാകും, ഓക്കെ അങ്ങനെ ഒരു അപകടമുള്ള സ്ഥലമാണ്, നമുക്ക് സൂക്ഷിച്ച് കയറേണ്ടതാണ്. പക്ഷെ പോകുന്നവർ മാത്രമാണ് അത് പ്രാക്ടീസ് ചെയ്യേണ്ടത്, അല്ലാത്തവർ വേണ്ട. ഇത്രയേ പറയുന്നുള്ളൂ. ഓക്കെ. ഈ അടുത്ത് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു അഖിൽ പി ധർമ്മജൻ എന്ന വ്യക്തിക്ക്. അപ്പോൾ ആ ഒരു അവാർഡ് കിട്ടിയ സമയത്ത് ഒരുപാട് വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുണ്ടായിരുന്നു. അതായത് ഈ അയാളുടെ എഴുത്ത് റാം കെയർ ഓഫ് ആനന്ദി എന്നുള്ള ആ ഒരു എഴുത്തിന് അയാൾക്ക് അവാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എഴുത്തുകാരൻ എന്ന നിലയ്ക്ക് ഒരുപാട്, സാർ ഒരു എഴുത്തുകാരനും കൂടിയാണല്ലോ,
അപ്പോൾ ആ ഒരു നിലയ്ക്ക് അങ്ങ് അദ്ദേഹത്തെ വിമർശിക്കുന്ന ഒരു കാര്യമുണ്ടല്ലോ, ശരിക്ക് ആ ഒരു എഴുത്ത് അർഹനല്ല. അത് മീൻസ് അതുപോലെയുള്ളൊരു എഴുത്തുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു ശൈലി ഉണ്ടല്ലോ, ആ ഒരു ശൈലിയിലുള്ള എഴുത്തിനല്ല ശരിക്കും അവാർഡ് കിട്ടണ്ടേ, ശരിക്കും യഥാർത്ഥ എഴുത്തുകാർ ഇങ്ങനെയല്ല എന്ന് പറയുന്ന ഒരുപാട് വിമർശനങ്ങൾ സമൂഹത്തിൽ ഉണ്ടായിട്ടുണ്ടല്ലോ. ഒരു എഴുത്തുകാരൻ എന്ന നിലയ്ക്ക് സാർ എങ്ങനെ അത് നോക്കിക്കാണുന്നത്? ഇവിടെയും രണ്ട് കാര്യമുണ്ട്. ഞാനൊരു എഴുത്തുകാരനെ അല്ല. ഇതുവരെ ഞാൻ എഴുതി പോയിട്ടുള്ളൂ. ഞാൻ എഴുത്തുകാരനല്ല. ഞാൻ എഴുതി ജീവിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു പ്രൊഫഷനേ അല്ല. അതുകൊണ്ട് അതില്ല. പക്ഷേ ഈ ഇഷ്യൂ സത്യത്തിൽ എനിക്കറിയില്ല. ഞാൻ അത് ഇങ്ങനെ വായിച്ചിട്ടില്ല. ഞാനിങ്ങനെ ഒന്ന് രണ്ടെണ്ണം ഇങ്ങനെ കണ്ടതേ ഉള്ളൂ. ഇതുവരെ എനിക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും അറിഞ്ഞൂടാ. എന്താണ് സംഭവം? ആക്ച്വലി ഈ അഖിൽ പി ധർമ്മജൻ എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയുടെ ബുക്കിന്, റാം കെയർ ഓഫ് ആനന്ദി എന്ന ബുക്കിന് ഒരുപാട് ഫാൻ ബേസ് ഉണ്ട്. ഒരുപാട് വിറ്റൊഴിഞ്ഞു പോയി. ഞാൻ ആ ബുക്ക് വായിച്ചിട്ടില്ല എന്നുള്ളത് സത്യമാണ്. പക്ഷെ ആ ബുക്കിന് ഒരുപാട് ആരാധകരും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പോൾ ഇപ്പോൾ ഈ സമയത്ത് ആ ഒരു ബുക്കിന് അവാർഡ് കിട്ടിയപ്പോൾ ശരിക്കും ആ ബുക്ക് അവാർഡിന് അർഹമല്ല, ജൂറിയെ സ്വാധീനിച്ചിട്ടാണ് അവാർഡ് കിട്ടിയത് എന്നൊക്കെ പറയുന്നത്. സിനിമയ്ക്ക് അവാർഡ് കിട്ടുമ്പോഴൊക്കെ ഇതുപോലുള്ള ഡിസ്കഷൻസ് ഉണ്ടാകുന്നതല്ലേ. അത് ഞാൻ പറയുന്നത് അവാർഡ് കിട്ടാത്തവരും അവാർഡ് കിട്ടിയവരും ഒക്കെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ന് കഴിഞ്ഞാൽ അതൊരു അസൂയയുടെ ലോകമാണ്, അല്ലെങ്കിൽ രാഷ്ട്രീയമായ നിലപാടുകളുടെ ലോകമാണ്. ഈ രണ്ട് കാരണം കൊണ്ടാണ് അത് ചെയ്യാറുള്ളത്. ഞാൻ ഈ സാഹിത്യകാരന്മാരെയും സാമൂഹ്യ പ്രവർത്തകരെയൊക്കെ എനിക്ക് നേരിട്ട് ഒത്തിരി പേരെ പരിചയമുണ്ട്. വളരെ കൊച്ചു മനുഷ്യരാണ് അവരല്ലേ. സിനിമ എന്ന് പറഞ്ഞില്ലേ, സിനിമ അതായത് താങ്കളെ ശരിക്കും ഒരു മൈത്രേയൻ എന്ന വ്യക്തിയേക്കാൾ കൂടുതൽ അറിയപ്പെടുന്നത് മകളുടെ പേരിലായിരിക്കും. ഞാൻ അങ്ങനെ താത്തി പറയല്ല, ഒരു പക്ഷേ കുസൃതിയുടെ അച്ഛനെന്ന് പറയുമ്പോൾ ഞാൻ ഒരുപാട് ആളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓക്കെ മൈത്രേയൻ എന്ന സാറിനെ ഞാൻ ഇന്റർവ്യൂ ചെയ്യാൻ പോകുന്നത് എന്ന് പറഞ്ഞപ്പോൾ മൈത്രേയനോ അത് ആരാ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു കനി കുസൃതി ഇല്ലേ അവരുടെ അച്ഛനാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ലേബലിൽ അറിയപ്പെടുന്നതിൽ സന്തോഷമുണ്ടോ ശരിക്കും മകളുടെ പേരിൽ? സന്തോഷമല്ല, മകളെ അറിയപ്പെടുന്നതായിട്ട് മാറുന്നത് സ്വാഭാവികമായിട്ട് നമുക്ക് സംതൃപ്തിയുള്ള കാര്യമല്ലേ. അതിനെന്താ സംശയം? മകളുടെ മൂവി കാണാറുണ്ടോ? കാണാറുണ്ട്. ബിരിയാണി എന്ന മൂവി കണ്ടിട്ടുണ്ട്. ആ മൂവിയിൽ മകളുടെ നഗ്നത കാണിക്കുന്ന, ഞാൻ അവളെ വളർത്തിയതല്ലേ, പിന്നെ അവിടെ നഗ്നത എനിക്കെന്തോ പുതിയ കാര്യമാണ്. അതായത് ചെറിയ കുട്ടിയാകുമ്പോൾ തൊട്ടുള്ള ആ നഗ്നതയാണോ? ഞാൻ വലിയ ആകുമ്പം നഗ്നത കണ്ട ഉടനെ തലപൊട്ടി പോയി. ഞാൻ എത്രയോ സ്ത്രീകൾ നഗ്നത കണ്ടിട്ടുണ്ട്, തലപൊട്ടി പോവുക. ഇവിടുത്തെ എന്താ പറയണ്ടേ, മോഡലിങ്ങിന് നിൽക്കുന്ന മുഴുവൻ ആൾക്കാരെ അങ്ങനെയല്ലേ നിൽക്കുന്നത്. ഈ സൗന്ദര്യ കോമ്പറ്റീഷനില്ലേ, മിസ് യൂണിവേഴ്സ്, എല്ലാം നഗ്നരായിട്ട് നിൽക്കുകയല്ലേ ചെയ്യുന്നത്. താങ്കൾ ചെറുപ്പത്തിൽ മകളുടെ നഗ്നത കണ്ടു എന്ന് പറഞ്ഞു, പക്ഷേ സമൂഹം മകളുടെ നഗ്നത കാണുമ്പോൾ താങ്കൾക്ക് എനിക്കൊന്നും തോന്നത്തില്ല. അവള് കാണിച്ചതല്ലേ, അവളെ ബലാത്സംഗം ചെയ്തതല്ലല്ലോ, അവള് കാണിച്ചതല്ലേ, അതിനെന്താ കുഴപ്പം? പ്രശ്നമില്ല, ഒരു പ്രശ്നമില്ല. നഗ്നത മോശമാണെന്നുണ്ടെങ്കിൽ ജനിക്കുന്ന അങ്ങനെ ആകത്തില്ലല്ലോ, ഉടുപ്പിട്ട് ജനിച്ചതല്ലോ. ഇപ്പോൾ താങ്കൾ മകളെ ഈ സപ്പോർട്ട് ചെയ്യുന്നില്ലേ? ഇതുപോലെ ആയിരുന്നോ നിങ്ങളുടെ ചെറുപ്പകാലത്തിൽ നിങ്ങളുടെ പാരന്റ്സ് സപ്പോർട്ട് ചെയ്തില്ല? അവർക്ക് അത്രയും വിവരമില്ലല്ലോ, ഒട്ടും സപ്പോർട്ട് ചെയ്തിരുന്നില്ല. അവർക്കങ്ങനെ വിവരം വരാൻ യാതൊരു സാധ്യതയില്ലല്ലോ. ലോകത്തിനെ പറ്റി അറിയുന്നവർക്കല്ലേ പറ്റുള്ളൂ. അതുപോലെ അമ്മയ്ക്കും അച്ഛനും വിവരം വരും എന്നുള്ള തെറ്റിദ്ധാരണ എനിക്കുണ്ടോ? ഇല്ല. അവർക്ക് വണ്ടി ഓടിക്കാൻ അറിയാം, കാർ ഓടിക്കാൻ എനിക്കറിയാം. ജയശ്രീയുടെ ബുക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ, ആത്മകഥ, അത് വായിച്ചിട്ടുണ്ടായിരുന്നോ? വായിച്ചിട്ടെന്ന് പറഞ്ഞാൽ മുഴുവൻ വായിച്ചില്ല, ഞാൻ കുറേ വായിച്ചിട്ടുണ്ട്. വായിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പുസ്തകം. ജയശ്രീ പറയാറുണ്ടായിരുന്നു നിങ്ങൾ രണ്ടുപേരും പ്രണയിച്ചിരുന്നല്ലോ, പക്ഷെ നിങ്ങൾ രണ്ടുപേരും രണ്ടറ്റത്താണ്. പറയുമ്പോൾ ജയശ്രീ എന്ന വ്യക്തി പ്രണയിക്കാൻ വേറെ രീതിയിലാണ് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നത്, പക്ഷെ നിങ്ങളെന്ന് പറയുന്നത് പ്രണയത്തെ വേറെ രീതിയിൽ. അതായത് ഞാൻ ആ ബുക്കിൽ കണ്ടിട്ടുണ്ടായിരുന്നു, അതായത് പ്രാവിന് ആ ഒരു ഭക്ഷണം കൊടുക്കുന്നതൊക്കെ വളരെ ആസ്വദിച്ച് കണ്ടിരുന്ന ഒരു ജയശ്രീയെ നിങ്ങൾ പറയണ്ടായിരുന്നു എൻ്റെ ധാന്യം അവൻ കൊത്തിക്കൊണ്ടു പോകുന്നു എന്ന രീതിയിലൊക്കെ തത്തേ. അപ്പോൾ പ്രണയത്തിന്റെ രണ്ട് അറ്റങ്ങളാണ് നിങ്ങൾ ശരിക്കും. അപ്പോൾ അങ്ങനെ ആണെന്നും പെണ്ണെന്നും പറയുന്നത് ശരിക്കും രണ്ടും രണ്ട് തന്നെയല്ലേ? അങ്ങനെയാകുമ്പോൾ നിങ്ങളുടെ കാഴ്ചപ്പാടുകളും നിങ്ങളുടെ ഐഡിയോളജിയിലെല്ലാം രണ്ടും രണ്ടില്ലേ? അപ്പോൾ എങ്ങനെയായിരിക്കും നിങ്ങൾക്ക് ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് പ്രണയിക്കാൻ പറ്റുന്നത്? അത് രണ്ട് എങ്ങനെയാണ് നോർത്ത് പോളും സൗത്ത് പോളും കൂടെ ചേർന്ന് ഒരു കാന്തം നിൽക്കുന്ന പോലെ. അത് ഒന്നെടുത്ത് മാറ്റി കഴിഞ്ഞാൽ പിന്നെ ഒരു അർത്ഥമില്ലായി. അപ്പോൾ നമ്മൾ മനസ്സിലാക്കാനുള്ളത് രണ്ട് പേരുള്ള അതാണ് പ്രണയം, മറ്റതെല്ലാം വിവാഹമാണ്. ഒരാളേ ഉള്ളൂ. അവിടെ പോയിട്ട് പെണ്ണ് കണ്ട് സാധനം മേടിച്ചുകൊണ്ട് വരുന്നവരടുത്ത് പ്രണയം ഉണ്ടാകത്തില്ല. അതേസമയത്ത് രണ്ടുപേരുള്ളിടത്ത് മാത്രമാണ് പ്രണയം. ഒരാൾ മറ്റൊരാളിൽ നിന്ന് വ്യത്യസ്തമായിരിക്കുന്നതിനെ ആസ്വദിക്കുന്നതാണ്. നമ്മളെപ്പോലെ അല്ലാത്തതായതുകൊണ്ടാണ് നമുക്ക് ഇഷ്ടപ്പെടുന്നത്. ശരിക്കും പ്രണയവും ഇപ്പോൾ പറയുന്നൊരു വേർഡുണ്ടല്ലോ, ക്രഷ്.
ശരിക്കും പ്രണയവും ക്രഷും തമ്മിൽ എന്തായിരിക്കും വ്യത്യാസം? ക്രഷ് എന്നൊക്കെ പറയുന്നത് ആൾക്കാർ പുതിയ വാക്കുകൾ, അടിപൊളി എന്നുള്ള വാക്ക് പറയുമ്പോൾ പണ്ടത്തെ തട്ടുപൊളിപ്പൻ എന്നുള്ള പ്രയോഗമാണ് അടിപൊളി എന്ന് പറയുന്നത്. അതുപോലുള്ള വാക്കുകൾ മാത്രമേ ഉള്ളൂ. ക്രഷ് എന്ന് പറയുന്നതിൻ്റെ എന്ന് പറഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് തോന്നുന്ന ഒരു എന്താണ് ആകർഷണത്തിനെയാണ് ക്രഷ് എന്നുള്ള വാക്കുകൊണ്ട് ഉപയോഗിക്കുന്നത്. അത് പണ്ടും അങ്ങനെ തന്നെയാണ്. എല്ലാ പ്രണയവും ആദ്യം പെട്ടെന്നുണ്ടാകുന്നതാണ്. 40 സെക്കൻഡിൽ നമ്മൾ പ്രണയിക്കും. അങ്ങനെയാണ്. 40 സെക്കൻഡിൽ നമ്മൾ പ്രണയം ആരംഭിക്കും. അതിന് കുറേ വർഷങ്ങളൊന്നും സയൻസ് ഒന്നും വേണ്ട, വെറുതെ കണ്ടാൽ മതി. അപ്പോഴേ ആ ആകർഷണം വികസിപ്പിക്കുക എന്ന് പറയുന്നതാണ് പിന്നത്തെ പണി. താങ്കൾ ഇപ്പോൾ പ്രണയിക്കുന്നുണ്ടോ? മുഴുവൻ സമയവും. ഒരു വ്യക്തിയാണോ? ശരീരം മാത്രമേ എൻ്റെ കൂടെ വരുത്തില്ല. മനസ്സിൽ പ്രണയമുണ്ട്, പ്രണയം മുഴുവനുണ്ട്. കാണുന്നവരെല്ലാം ഞാൻ പ്രണയിക്കും. പക്ഷേ അത് കാരണം കൊണ്ടൊന്നും അത് വെള്ളവും വളവും കൊടുത്ത് വളർത്തുക എന്ന് പറയുന്നത് വളരെ കുറച്ചേ ഉണ്ടാവും. ഇപ്പോഴത്തെ താങ്കളുടെ പ്രണയിനി ആരാണ് ശരിക്കും? ഇപ്പോൾ ഒരു കൂട്ടുകാരിയുണ്ട്. അവരുടെ പേര് അങ്ങനെ അറിയപ്പെടണമെന്ന് അവർക്ക് ആഗ്രഹമുണ്ടോയെന്ന് എനിക്ക് അറിയാത്തതുകൊണ്ട് പറയാൻ പറ്റുന്നില്ല. പാർട്ട്ണറായിട്ട് കൂടി ഉണ്ടോ അത്? അവർ കൂട്ടുകാരി അല്ല, പാർട്ട്ണറായിട്ടൊരു ജയശ്രീ തന്നെയാണ്. എന്നും പാർട്ട്ണർ ജയശ്രീ ആയിരിക്കും. പക്ഷേ ജയശ്രീ അല്ല, ഇനിയൊരു പാർട്ട്ണർഷിപ്പ് ഞാൻ ഉണ്ടാക്കുന്നില്ല. അതുകൊണ്ടാണ് ആ പാർട്ട്ണർ തുടരുന്നത്. കാരണം കുഞ്ഞിനെ ഉണ്ടാക്കി വളർത്തുമ്പോൾ മാത്രമാണ് പാർട്ട്ണറായിട്ടൊരു ആവശ്യമുള്ളൂ. കുട്ടിയെ വളർത്തി കഴിഞ്ഞ് അതുകൊണ്ട് പാർട്ട്ണർഷിപ്പ് ആ ലെവലിൽ തീർന്നത് കൊണ്ടാണ് നല്ല സുഹൃത്തുക്കളായിട്ട് ഞാനും ജയശ്രീയും കഴിയുന്നുണ്ട്. വളരെ ബ്യൂട്ടിഫുള്ളായ ബന്ധമാണ് ഞാനും ജയശ്രീയും തമ്മിലുള്ളത്. വേറെ പ്രണയിക്കേണ്ട ഒറ്റ കറി മാത്രം കഴിച്ച് നമ്മൾ ഭക്ഷണം കഴിക്കണം എന്നൊക്കെ പറയുന്നത്. ഒരുപാട് പ്രണയം ഉണ്ടായിട്ടുണ്ടോ? ഇഷ്ടംപോലെ പ്രണയം ഉണ്ടായിട്ടുണ്ട്. ശരിക്കും നല്ല പ്രണയമായിട്ട് തുടർന്നിട്ടുള്ളത് ഒരു 7-8 എണ്ണമുണ്ട്. 8 പ്രണയമുണ്ട്. അപ്പോൾ ശരിക്കും ചിലർ പറയാറുണ്ടല്ലോ ഫസ്റ്റ് ലവ് എന്ന് പറയുന്നത് ഇന്നും നമ്മൾ ഓർത്തിരിക്കുന്നത്. അത് ഫസ്റ്റ് ലവ് എന്ന് പറയുന്നത് മറക്കാനൊക്കാത്തതാണ്. പക്ഷെ അതൊന്നും എന്താ പറയണ്ടേ, ഒരു ഒന്നിച്ച് കാര്യം പറയാൻ പോലും പറ്റിയിട്ടില്ലാത്തതാണ് ഫസ്റ്റ് ലവ്. പക്ഷെ അത് മറന്നിട്ടില്ലാത്തതാണ്. ഫസ്റ്റ് ലവ് ഉണ്ടായിട്ടുണ്ട്. ജയശ്രീക്ക് ഇതെല്ലാം അറിയുന്നതല്ലേ? ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടായിരുന്നു, അതായത് ഫസ്റ്റ് ലവ് ഉണ്ടാകുന്ന സമയത്ത് തന്നെ ഏതൊരു റിലേഷൻഷിപ്പ് ഉള്ള സമയത്ത് തന്നെ ജയശ്രീ അതറിയായിരുന്നു, ജയശ്രീക്ക് അറിഞ്ഞിരുന്നു. ഫസ്റ്റ് ഉണ്ടായിരുന്ന ആ ഒരു വ്യക്തിക്കാണ് അയാൾ 2ാം സ്ഥാനത്തേക്ക് മാറിപ്പോയി എന്നുള്ള തോന്നലുണ്ടായിരിക്കുക എന്നുള്ളത് എവിടെയോ സാർ തോന്നിയിട്ടുണ്ടായിരുന്നു. അല്ല, ഞാൻ പല സമയത്ത് പ്രണയം ഉണ്ടായിട്ടുണ്ട്. ഒരു ജർമ്മൻകാരിയായിട്ട് എനിക്ക് വളരെ അഗാധമായ പ്രണയം ഉണ്ടായിട്ടുണ്ട്. എന്നാൽ അത് ഗുരുകുലത്തിൽ നിന്ന് തന്നെ നിത്യനിയതി പറഞ്ഞു വിടേണ്ടി വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ് അദ്ദേഹം തിരിച്ചു വിളിക്കുകയാണ് ചെയ്തത്. പക്ഷേ ആ സമയത്തുണ്ടായ പ്രണയം വളരെ ഡീപ്പാണ്. അവരെ മറന്നിട്ടില്ല. പക്ഷേ അഡ്രസ്സ് പോലും ഞാൻ മേടിച്ചിട്ടില്ലായിരുന്നു. ഗുരുകുലം എന്ന് പറഞ്ഞപ്പോൾ അവിടെയും ഈ ഒരു ഇൻ്റർവ്യൂവിൽ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു, പണ്ട് ഈ സ്വാമികളായിരുന്നവർക്കെല്ലാം പ്രണയിനികളുണ്ട്, അവർക്കെല്ലാം ഭാര്യമാരുണ്ട്. പക്ഷെ അവരെല്ലാവരും ഈ പറഞ്ഞ പോലെ ഇപ്പോഴത്തെ ഭാഷയിൽ പറയുകയാണെങ്കിൽ സിംഗിൾ ആയിരിക്കണമെന്ന് അവരിൽ നിയോഗിക്കപ്പെട്ടത് കൊണ്ട് മാത്രം അവരങ്ങനെ നിന്നു എന്ന്. അത് സത്യമുണ്ടോ ശരിക്കും? അങ്ങനെ തന്നെ. പ്രണയം ഉണ്ടാകാതിരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് സാരമായ തകരാറുണ്ട്. രണ്ട് മനുഷ്യരല്ലാതെ. അപ്പോൾ പ്രണയം ഉണ്ടായിട്ടത് കാണിക്കാൻ കഴിയാതിരിക്കുന്നവർ മാത്രമേ ലോകത്ത് കാണത്തുള്ളൂ. ശരിക്കും പ്രണയവും അതുപോലെ ഈ കാമവും തമ്മിൽ എന്താണ് ശരിക്കും ബന്ധം? അതൊക്കെ ഇങ്ങനെ ഈ ആളുകൾ ഇങ്ങനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നതാണ്. കമ്മിറ്റ്മെൻ്റ് ഇല്ലാതെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിനെ കാമം എന്ന് പറയുന്നു എന്നൊരു ഡിഫിനിഷനാണ് ഇതൊക്കെ. പ്രണയിച്ചിട്ട് കമ്മിറ്റ്മെൻ്റ് ഇല്ലാതെ പെരുമാറുന്നവരും ഇഷ്ടം പോലെ ഇല്ലേ. അതുകൊണ്ട് അതൊക്കെ ഈ പറയുന്ന ഒരു വലിയ നീണ്ട വിഷയമാണ്. അത് നമ്മളിപ്പോൾ പെട്ടെന്ന് അത് പറഞ്ഞു തീർക്കാനൊക്കത്തില്ല. ആളുകൾ ഇങ്ങനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത് രണ്ടുപേര് തമ്മിലുള്ള പ്രണയം ഞങ്ങൾ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടത്തില്ലെന്ന് അഭിനയിക്കാൻ ബാധ്യത വന്നുപോയ സമൂഹങ്ങളുണ്ട്. അപ്പോൾ പറഞ്ഞിട്ടുള്ളതാണ് ഞങ്ങൾ തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത്, അതിനെയാണ് പ്ലേറ്റോണിക് ലവ് എന്നൊക്കെ പിന്നെ പറയാൻ ബാധ്യത വന്നത്. ഇങ്ങനെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടത്തില്ല, പക്ഷേ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്ന് പറഞ്ഞാൽ അവർ തമ്മിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാനായിട്ട് അനുവദിക്കപ്പെട്ടിട്ടില്ലാത്തതുകൊണ്ട് അഭിനയിക്കുന്നവരായിട്ട് മാറുന്നവരുടെ ലോകമാണ് അതൊക്കെ. അല്ലാതെ അർത്ഥമൊന്നുമില്ല. രണ്ട് ജീവികളാണ്, അവർ തമ്മിൽ ഇണചേരാനായിട്ടുണ്ടാകുന്ന ആമുഖം ആണ് പ്രണയം. ഇണചേരാൻ വേണ്ടി അന്തരീക്ഷം എങ്ങനെയാണ് വസന്തം ഉണ്ടായി കാ പിടിക്കുന്ന പോലെ, ആ വസന്തം ഉണ്ടാകുന്നതിനെയാണ് നമ്മൾ പ്രണയം എന്ന് പറയുന്നത്. കാ പിടിക്കുന്നതിന് മുമ്പുള്ളത്, അത് കഴിഞ്ഞാൽ അത് കൊഴിഞ്ഞു പോകും. ഓക്കെ, അപ്പോൾ ഇത്രയും നേരം എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് മൈത്രേയനായിരുന്നു. മൈത്രേയൻ്റെ ഒരുപാട് തോട്ട്സും കാര്യങ്ങളും നമുക്ക് ഈ വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇനിയും ഇതുപോലുള്ള ഇൻഫോർമേഷൻസ് മൈത്രേയൻ്റെ ഭാഗത്തു നിന്ന് എല്ലാവർക്കും ഉണ്ടാവും ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് നമ്മളിവിടെ നിർത്തുകയാണ്. ദിസ് ഇസ് സൈനിങ് ഓഫ് പ്രശാന്തി.